2022 ജനുവരി 3 ലൂയിസിയാനയിലെ സ്ലോട്ടർ ടൗണിൽ നിന്നും അമേരിക്കൻ എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. തന്റെ മകൾ ലേസി ഫ്ലെച്ചർ വീടിനകത്തെ സോഫയിൽ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞ് 66 വയസ്സുള്ള ഷീല ഫ്ലെച്ചർ എന്ന സ്ത്രീയാണ് ഫോൺ വിളിച്ചത്. സ്ലോട്ടർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഷീല ഫ്ലെച്ചറിന്റെ വീടിന് മുന്നിലെത്തി. ആ സമയം ഷീലയും അവരുടെ ഭർത്താവ് ക്ലേ ഫ്ലെച്ചറും ആ വീടിന് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മകൾ മരണപ്പെട്ടതിന്റെ വിഷമമൊന്നും അവരുടെ മുഖത്ത് കാണാതായപ്പോൾ തന്നെ പോലീസുകാർക്ക് പന്തികേട് തോന്നി തുടങ്ങി. അവരുടെ ഊഹം തെറ്റിയില്ല. ആ വീടിനകത്ത് കയറിയ പോലീസുകാർ കണ്ട കാഴ്ച അറപ്പുളവാക്കുന്നതും നടുക്കുന്നതുമായിരുന്നു. ലിവിംഗ് റൂമിലെ സോഫയിൽ ഒരു അസ്ഥികൂടം കണക്കെ മെലിഞ്ഞുണങ്ങിയ ഒരു പെൺകുട്ടിയിരിക്കുന്നു, ലേസി ഫ്ലെച്ചർ. അവൾക്ക് ജീവനുണ്ടായിരുന്നില്ല. 36 വയസ്സ് മാത്രം പ്രായമുള്ള ലേസിയെ കാണാൻ 60 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുമായിരുന്നു. അവളുടെ ശരീരം അത്ര കണ്ട് ശോഷിച്ച് മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. തൊലി പൊട്ടിപ്പൊളിഞ്ഞ് എല്ലുകൾ പുറത്തു കാണുന്നു. ഇരുന്ന സ്ഥലത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തി സോഫയുമായി ഒട്ടിച്ചേർന്ന അവസ്ഥയിലായ ഡെഡ് ബോഡിക്ക് അടുത്തേക്ക് പോലും പോവാൻ കഴിയാത്ത വിധം ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. പോഷകാഹാരക്കുറവും കൃത്യമായി ചികിത്സ ലഭ്യമാക്കാത്തതുമാണ് ആ പെൺകുട്ടിയുടെ മരണകാരണമെന്ന് വ്യക്തമാണെങ്കിലും പിന്നീട് ഈ കേസിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു. ഇരുന്ന സ്ഥലത്തു നിന്നും ഒന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യാതെ ലേസി ഫ്ലെച്ചർ ആ സോഫയിൽ ചിലവഴിച്ചത് 12 വർഷങ്ങളോ അതിൽ കൂടുതലോ ആണ്. ഭക്ഷണം കഴിക്കുന്നതും മലമൂത്ര വിസർജനം നടത്തുന്നതുമെല്ലാം ഒരു വീട്ടിലെ ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന്. അതെല്ലാം കണ്ട് ഒന്നും അറിയാത്തതുപോലെ അവളുടെ പാരന്റ്സും അതേ വീട്ടിൽ ജീവിച്ചു എന്നുള്ളതും ഈ കാര്യങ്ങൾ ഇത്രയും വർഷങ്ങളായി പുറം ലോകം അറിഞ്ഞില്ല എന്നുള്ളതും ഞെട്ടലുളവാക്കുന്നതാണ്. നടന്നത് സ്വാഭാവിക മരണമായിരുന്നുവെങ്കിലും പിന്നീട് ഇതൊരു കൊലപാതകമായി പരിഗണിക്കപ്പെടുകയായിരുന്നു. എന്താണ് ലേസി ഫ്ലെച്ചറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. നവംബർ 25 അമേരിക്കയിലെ ലൂയിസിയാന സ്റ്റേറ്റിലുള്ള സ്ലോട്ടർ എന്ന ചെറുപട്ടണത്തിൽ ക്ലേ ഫ്ലെച്ചറിന്റെയും ഷീല ഫ്ലെച്ചറിന്റെയും ഏക മകളായിട്ടാണ് ലേസി ഫ്ലെച്ചർ ജനിച്ചത്. 1000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള സ്ലോട്ടർ ടൗണിൽ ഫ്ലെച്ചർ ഫാമിലിയെ എല്ലാവർക്കും നല്ലതുപോലെ അറിയാമായിരുന്നു. നാട്ടുകാർ ബഹുമാനത്തോടെ മാത്രം കണ്ടിരുന്ന 2 വ്യക്തികളായിരുന്നു ക്ലേയും ഷീലയും. ടൗൺസ് പ്ലാനിംഗ് സോണിംഗ് കമ്മിറ്റി അംഗമായിരുന്ന ക്ലേ ഫ്ലെച്ചർ ബാറ്റൺ റൂഷ് സിവിൽ വാർ റൗണ്ട് ടേബിൾ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും പ്രവർത്തിച്ചു വന്നിരുന്നു. ഷീല ഫ്ലെച്ചർ ആണെങ്കിൽ സിറ്റി കൗൺസിൽ മെമ്പറാണ്. കൂടാതെ സിറ്റി പ്രോസിക്യൂട്ടറിന്റെ അസിസ്റ്റന്റായും വൈസ് മേയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 പേരും നാട്ടുകാർക്ക് സുപരിചിതരാണ്. സ്വാഭാവികമായും അവരുടെ ഏക മകൾ ലേസി ഫ്ലെച്ചറിനെയും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. സ്കൂളിലുള്ളവരും നെയ്ബേഴ്സുമെല്ലാം വളരെ ആക്റ്റീവായ കുട്ടിയായി മാത്രമാണ് ലേസിയെ തുടക്കത്തിൽ കണ്ടിരുന്നത്. വോളിബോൾ കളിക്കാൻ ഇഷ്ടമായിരുന്ന ലേസി സ്കൂളിലെ വോളിബോൾ ടീമിലും അംഗമായിരുന്നു. എന്നാൽ പതിയെ അവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലേസി അവളുടെ സുഹൃത്തുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങി. ആരെയും കാണുന്നത് അവൾക്കിഷ്ടമല്ലാതായി. പാരന്റ്സ് ലേസിയെ ഒരു ഡോക്ടറിനെ കാണിച്ച സമയത്ത് അവൾക്ക് ആസ്പെർജേഴ്സ് സിൻഡ്രോം ആണെന്ന് തിരിച്ചറിഞ്ഞു. ASD എന്നറിയപ്പെടുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ഒരു വകഭേദമാണ് ആസ്പെർജേഴ്സ് സിൻഡ്രോം. സോഷ്യൽ ആങ്സൈറ്റി ക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡറാണിത്. മറ്റുള്ളവരോട് സംസാരിക്കാനോ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനോ അതിനനുസരിച്ച് പെരുമാറാനോ ഉള്ള കഴിവ് ഇത്തരക്കാർക്ക് നഷ്ടപ്പെടും. എല്ലാവരിൽ നിന്നും അകന്നുമാറി ഒറ്റയ്ക്കിരിക്കാനായിരിക്കും അവരാഗ്രഹിക്കുന്നത്. ബ്രൗൺഫീൽഡ്സിലെ ബാപ്റ്റിസ്റ്റ് അക്കാദമിയിൽ 9th ഗ്രേഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലേസിയുടെ അവസ്ഥ വളരെ പരിതാപകരമായി തുടങ്ങിയത്. അന്നവൾക്ക് 14 വയസ്സായിരുന്നു. കാര്യമറിയാതെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ അവളെ തുടർച്ചയായി കളിയാക്കാനും കൂടി തുടങ്ങിയതോടെ ഹോം സ്കൂൾ ഫെസിലിറ്റി തിരഞ്ഞെടുക്കാൻ അവളുടെ പാരന്റ്സ് നിർബന്ധിതരായി. പിന്നീട് അങ്ങോട്ട് വീട്ടിലിരുന്നുള്ള പഠനമാണ് നടന്നതെങ്കിലും അധികം വൈകാതെ അതും നിന്നു. ലേസിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് സുഹൃത്തുക്കൾ അവളെ അവസാനമായി കണ്ടത്. ആദ്യമെല്ലാം സുഹൃത്തുക്കളെ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഡിസ്നി മൂവീസ് കാണുന്ന ശീലം ലേസിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തങ്ങളെ കാണുന്നത് പോലും അവൾക്കിഷ്ടമല്ല എന്നും ഒരു 18 വയസ്സുകാരിയുടെ പക്വതയോടെയല്ല അവൾ പെരുമാറുന്നത് എന്നും സുഹൃത്തുക്കൾക്ക് ബോധ്യപ്പെട്ടു. ഇതോടെ അവളുടെ സുഹൃത്ത് ബന്ധങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു.
20 വയസ്സോടെ ലേസി സംസാരിക്കാതായി. അവൾ ആകെ കാണുന്നത് പാരന്റ്സിനെയാണ്. അവരോടും സംസാരിക്കാതായതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ലേസിക്ക് ലോക്ക്ഡ് ഇൻ സിൻഡ്രോം പിടിപെട്ടു എന്നും അതിനാലാണ് അവൾ സംസാരിക്കാതായത് എന്നും വാദങ്ങളുണ്ട്. അപൂർവമായൊരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് ലോക്ക്ഡ് ഇൻ സിൻഡ്രോം. സ്യൂഡോകോമ എന്നും ഈ അവസ്ഥ അറിയപ്പെടുന്നു. ഇരുന്ന സ്ഥലത്തു നിന്നും ഒന്ന് അനങ്ങാനോ സംസാരിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയാണ് ലോക്ക്ഡ് ഇൻ സിൻഡ്രോം. ഈ രോഗം പിടിപെട്ടവർക്ക് അവരുടെ കണ്ണൊഴികെ മറ്റൊരു ശരീരഭാഗങ്ങളും അനക്കാൻ കഴിയില്ല. എന്തിന് സ്വന്തം ഉമിനീർ പോലും ഇറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലോക്ക്ഡ് ഇൻ സിൻഡ്രോം പിടിപെട്ടവർ ഭൂരിഭാഗം പേരും ആദ്യത്തെ 4 മാസങ്ങൾക്കുള്ളിൽ മരണപ്പെടും. എന്നാൽ 20-ാം വയസ്സിൽ സംസാരിക്കാതായ ലേസി 36 വയസ്സുവരെ ജീവിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ അവൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയുമെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇരുന്ന സ്ഥലത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തിയ നിലയിൽ അവളുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത്. അതിനാൽ ലേസിക്ക് ലോക്ക്ഡ് ഇൻ സിൻഡ്രോം പിടിപെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടാത്ത കാര്യമാണ്. ലേസിക്ക് 21 വയസ്സുള്ളപ്പോഴാണ് പുറത്തു നിന്നൊരാൾ അവളെ അവസാനമായി കാണുന്നത്. അയൽവാസിയായ റോബർട്ട് ബ്ലേഡ്സ് 2006-ൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലേസി അവളുടെ വീടിന് പുറത്ത് എക്സസൈസ് ചെയ്യുന്നത് കണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം അവളെ കണ്ടിട്ടേയില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം റോബർട്ട് ക്ലേ ഫ്ലെച്ചറിനെ കണ്ടപ്പോൾ മകളെക്കുറിച്ച് അന്വേഷിച്ചു. ലേസി ഇപ്പോൾ എവിടെയാണ്? അവളുടെ കോളേജ് പഠനമെല്ലാം എന്തായി? വിവാഹം കഴിഞ്ഞോ എന്നെല്ലാമാണ് റോബർട്ട് ചോദിച്ചത്. അതിന് ലേസി എവിടെയും പോയിട്ടില്ല, സുഖമായി വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ക്ലേ ഫ്ലെച്ചർ പെട്ടെന്ന് വിഷയം മാറ്റുകയും മറ്റു കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും റോബർട്ട് ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. 21 വയസ്സ് മുതൽ 36 വയസ്സുവരെ, അതായത് 15 വർഷക്കാലം പാരന്റ്സ് അല്ലാതെ മറ്റാരും ലേസി ഫ്ലെച്ചറിനെ കണ്ടിട്ടില്ല എന്ന് ചുരുക്കം. She had these little, what do you call the little weights that you hold in your hand? The little dumbbells. She was exercising. Yes, she'd walk from her house around the circle, and she used to do that, I don't know, 2 or 3 times a week. ലേസി ഫ്ലെച്ചർ എവിടെയാണ് എന്നുള്ളത് 2002 ജനുവരി 3 വരെ അജ്ഞാതമായി തുടർന്നു. ഒടുവിൽ ജനുവരി 3-ന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ എമർജൻസി നമ്പറിലേക്ക് ഷീല ഫ്ലെച്ചറിന്റെ ഫോൺ കോൾ വന്നതോടെയാണ് ഇക്കാലം അത്രയും അവൾ ആ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നും വളരെ പരിതാപകരമായ രീതിയിലാണ് അവൾ മരണത്തിന് കീഴടങ്ങിയത് എന്നും പുറം ലോകം അറിഞ്ഞത്. ആ വീട്ടിലെത്തി പരിശോധന നടത്തിയ മെഡിക്കൽ ടീമിന് ഡെഡ് ബോഡി സോഫയിൽ നിന്നും മാറ്റാൻ തന്നെ വളരെ പണിപ്പെടേണ്ടതായി വന്നു. ലേസിയുടെ ശരീരം ആ സോഫയുമായി അത്രയ്ക്ക് ഒട്ടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു. ഡോക്ടർ ഈവൽ ബിക്കാമിനെയാണ് ലേസി ഫ്ലെച്ചറിന്റെ ഡെഡ് ബോഡി പരിശോധിച്ച് മരണകാരണം കണ്ടെത്താൻ നിയോഗിച്ചത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു നടുക്കത്തോടെയാണ് ലോകം കേട്ടത്. വർഷങ്ങളായി ഒരേ സോഫയിൽ തന്നെ ലേസി ഇരുന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. മൃതദേഹം സോഫയുമായി ഇഴുകിച്ചേർന്നിരിക്കുന്നത് അതിന്റെ തെളിവാണ്. പോഷകാഹാരക്കുറവും ചികിത്സ നിഷേധിച്ചതും ചികിത്സിക്കാത്ത വ്രണങ്ങളിൽ നിന്നുമുള്ള ഗുരുതരമായ അണുബാധയുമാണ് ലേസിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ഡോക്ടർ ബിക്കാമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതുകൂടാതെ മൃതദേഹം പരിശോധിച്ചിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് ഡോക്ടർ ബിക്കാം പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാത്തരം മരണങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായമായ മനുഷ്യർ സ്വാഭാവികമായി മരിക്കുന്നതും, മൃഗീയമായ കൊലപാതകങ്ങളും, ആത്മഹത്യ ചെയ്തതും, ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞതും, തീപ്പൊള്ളലേറ്റ് കത്തിക്കരിഞ്ഞതും, അങ്ങനെ എല്ലാവിധ മരണങ്ങളും. എന്നാൽ ഇത്തരത്തിലൊരു മരണം എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത്. ഇത് യഥാർത്ഥത്തിലൊരു കൊലപാതകമാണ്. സ്വന്തം മകൾ ജീവിച്ചിരിക്കുമ്പോൾ അവളെ മനഃപൂർവ്വം അവഗണിച്ച് ചികിത്സ ലഭ്യമാക്കാതെ പീഡിപ്പിച്ച് മരിക്കാൻ അനുവദിച്ച ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ലേസി ഫ്ലെച്ചർ നേരിട്ട കടുത്ത അവഗണന പ്രത്യേകം എടുത്തു പറഞ്ഞ ഡോക്ടർ ബിക്കാം ഇതൊരു കൊലപാതകമായി പരിഗണിക്കാവുന്ന കേസാണെന്നും തുറന്നു പറഞ്ഞു. ഇതിനെല്ലാം പുറമെ ഷീല ഫ്ലെച്ചർ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറയുന്നതിന് 2 ദിവസം മുൻപെങ്കിലും മരണം നടന്നിട്ടുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതായത് 2022-ലെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ക്ലേയും ഷീല ഫ്ലെച്ചറും ആ വീട്ടിൽ നിന്നും 2-3 ദിവസം മാറി നിന്നിരുന്നു. അതിനിടയിലാണ് ലേസി മരിച്ചത്. മകളുടെ അവസ്ഥ പോലും പരിഗണിക്കാതെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളോളം വീട്ടിൽ നിന്നും മാറി നിന്നു എന്ന് പറയുമ്പോൾ തന്നെ ലേസി നേരിട്ട അവഗണന മനസ്സിലാക്കാവുന്നതേയുള്ളൂ. 72 മണിക്കൂറോളം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ആ വീട്ടിലെ സോഫയിലിരുന്ന് ലേസി മരണത്തിന് കീഴടങ്ങുമ്പോൾ അവളുടെ പാരന്റ്സ് പബ്ബുകളിൽ മദ്യപിച്ച് ആടി തിമിർക്കുകയായിരുന്നു.
ലേസി ഫ്ലച്ചറിന്റെ മരണവും അതിന്റെ കാരണങ്ങളും അമേരിക്കയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയതോടെ ക്ലേയും ഷീല ഫ്ലച്ചറും സൈബറിടങ്ങളിൽ രൂക്ഷ വിമർശനങ്ങൾക്കിരയായി. അവർക്കെതിരെ ഒരുപാട് ചോദ്യങ്ങളുയർന്നു. എന്തുകൊണ്ട് മകളുടെ രോഗവിവരം എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു? ഇത്രകാലം സ്വന്തം ബന്ധുക്കളെ ഉൾപ്പെടെ എന്തുകൊണ്ട് ആ വീട്ടിലേക്ക് അടുപ്പിച്ചില്ല? മകളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അവളെ ഒരു കെയർ ഫെസിലിറ്റിയിൽ ആക്കിയില്ല? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. ഫ്ലച്ചർ കുടുംബവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന ജസ് ഈസ്ലി എന്ന വ്യക്തിയെ പോലീസ് ചോദ്യം ചെയ്തു. കഴിഞ്ഞ 25 വർഷമായി ക്ലേയെയും ഷീല ഫ്ലച്ചറിനെയും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ അവർക്ക് ഇങ്ങനെയൊരു മകളുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് ജസ് ഈസ്ലി വെളിപ്പെടുത്തിയപ്പോൾ അത് പോലീസുകാർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾക്ക് മുൻപ് തൊട്ടു തന്നെ അവർ ലേസിയെ അവഗണിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതിന്റെ തെളിവായാണ് പോലീസ് അതിനെ കണ്ടത്. ഇതോടെ ഫ്ലച്ചർ കപ്പിളിനെതിരെ ശക്തമായ അന്വേഷണത്തിന് തുടക്കം കുറിച്ചു. പോലീസുകാർ ആ വീട്ടിലേക്ക് വീണ്ടും എത്തുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു. ആ വീട്ടിൽ ലേസി ഇരുന്നിരുന്ന സോഫയൊഴിച്ച് മറ്റെല്ലാ സ്ഥലങ്ങളും വളരെ വൃത്തിയോടെയാണ് കാണപ്പെട്ടത്. ഒരു സ്ഥലത്ത് പോലും ചെളിയോ സാധനങ്ങൾ വലിച്ചു വാരിയിടുകയോ ചെയ്തിട്ടില്ല. വീടിന്റെ പരിസര പ്രദേശങ്ങൾ ഉൾപ്പെടെ വളരെ വൃത്തിയോടെയാണ് പരിപാലിച്ചു പോന്നിരുന്നത്. എന്നിട്ടും ലേസിക്ക് മാത്രം ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് അവളോടുള്ള പാരന്റ്സിന്റെ അവഗണന വ്യക്തമാക്കുന്നു. ഇതോടെ ക്ലേ ഫ്ലച്ചറിനെയും ഷീല ഫ്ലച്ചറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പോലീസുകാരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഷീലയാണ് മറുപടി പറഞ്ഞത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലേസിക്ക് ആസ്പെർജേഴ്സ് സിൻഡ്രോം ബാധിച്ചത് എന്നും അതിനുശേഷം അവൾ വീടിനകത്ത് തന്നെയായിരുന്നു എന്നും ഏതു സമയവും TV കാണുന്നതിനായി സോഫയിൽ തന്നെയിരിക്കാൻ അവളാണ് തീരുമാനിച്ചത് എന്നും ഷീല വെളിപ്പെടുത്തി. അതുപോലെ താൻ മകളെ നന്നായി കെയർ ചെയ്തിരുന്നുവെന്നും പതിവായി വേസ്റ്റ് ക്ലീൻ ചെയ്യുകയും മുറിവുകൾ വൃത്തിയാക്കുകയും ചെയ്തിരുന്നുവെന്നും വേദനയെക്കുറിച്ച് ലേസി ഒരിക്കൽ പോലും പരാതിപ്പെട്ടിട്ടില്ല എന്നും ഷീല പറഞ്ഞു. പോലീസ് നേരിട്ട് കണ്ട കാഴ്ചകൾക്ക് വിരുദ്ധമായിരുന്നു ഷീലയുടെ ഈ വെളിപ്പെടുത്തൽ. അതുപോലെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഫ്ലച്ചർ കപ്പിൾ അവരുടെ വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല എന്നും പലരും മൊഴി നൽകി. ഇതെല്ലാം ലേസിയുടെ ആരോഗ്യസ്ഥിതി മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. 2022 മെയ് 2 ഈ കേസിൽ വിചാരണ നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിനായി ഒരു ഗ്രാൻഡ് ജൂറിയെ നിയോഗിച്ചു. ലേസി ഫ്ലച്ചറിനെ കൊലപ്പെടുത്തിയതിന് പാരന്റ്സിനെ വിചാരണ ചെയ്യാൻ മതിയായ തെളിവുകളുണ്ട് എന്ന് ജൂറി കണ്ടെത്തിയതിനെ തുടർന്ന് മെയ് 3 ക്ലേ ഫ്ലച്ചറും ഷീല ഫ്ലച്ചറും അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ അറസ്റ്റിലായി 2 ദിവസത്തിനുള്ളിൽ $3 ലക്ഷം ജാമ്യത്തിൽ ഇരുവരും ജയിൽ മോചിതരായി. 2022 ഒക്ടോബറിലാണ് വിചാരണ ആരംഭിക്കാനിരുന്നതെങ്കിലും പല കാരണങ്ങളാൽ നീണ്ടുപോയി. ഒടുവിൽ 2023 ജൂൺ മാസത്തിൽ ഇരുവരും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും കേസിലെ വിചാരണ ആരംഭിക്കുകയും ചെയ്തു. വിചാരണ വേളയിൽ ലേസിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ബിക്കാം കോടതിയിലെത്തി അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ കോടതിയെ നേരിട്ട് ധരിപ്പിച്ചു. ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരാഴ്ച തനിക്ക് വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ കഴിഞ്ഞില്ല എന്നും ലേസിയുടെ പരിതാപകരമായ അവസ്ഥയോർത്ത് താൻ ഒത്തിരി തവണ കരഞ്ഞു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതുപോലെ ലേസി ഫ്ലച്ചറിനെ വർഷങ്ങൾക്ക് മുൻപ് പരിശോധിച്ച ഡോക്ടർ പാട്രിക് ഹെയ്ൻ കോടതിയിൽ നേരിട്ടെത്തി മൊഴി നൽകിയതും കേസിനെ ബലപ്പെടുത്തി. ലേസിയുടെ അവസ്ഥ വളരെ മോശമായി തുടങ്ങിയെന്നും അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് തന്നെ പാരന്റ്സിനോട് പറഞ്ഞതാണ്. എന്നാൽ അവർ പിന്നീട് ലേസിയുമായി തന്നെ കാണാൻ വന്നിട്ടില്ല എന്നാണ് പാട്രിക് വെളിപ്പെടുത്തിയത്. ലേസിയുടെ ആരോഗ്യം മോശമായി കൊണ്ടിരിക്കുകയാണെന്നും മെഡിക്കൽ കെയർ അത്യാവശ്യമാണെന്നും പാരന്റ്സിന് അറിവുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പാട്രിക്കിന്റെ മൊഴി സഹായിച്ചു. അതുപോലെ ഫ്ലച്ചർ കപ്പിൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഉന്നത സ്ഥാനങ്ങളിലിരുന്നിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായത് കോടതി ഗൗരവത്തിലെടുത്തു. വളർത്തുമൃഗങ്ങളോട് പോലും ആരും കാണിക്കാത്ത അവഗണനയാണ് സ്വന്തം മകളോട് അവളുടെ പാരന്റ്സ് കാണിച്ചിരിക്കുന്നത് എന്ന് കോടതി വിലയിരുത്തി. 2024 മാർച്ച് മാസത്തോടെ കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ ഇരുവരും മനഃപൂർവ്വമായ നരഹത്യ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. ഇതേ തുടർന്ന് ക്ലേ ഫ്ലച്ചറിനും ഷീല ഫ്ലച്ചറിനും 20 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ശിക്ഷ വിധിക്കുമ്പോൾ ഇരുവർക്കും 66 വയസ്സായിരുന്നു പ്രായം. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.